ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് ഗൈസ് ഹോളി? ഇന്നും നാളെയൊക്കെ ഹോളിയാണല്ലോ. ഹോളി എന്നാൽ വർണ്ണങ്ങൾ കൊണ്ടുള്ള ഇന്ത്യക്കാരുടെ ആഘോഷമാണ്. വസന്തകാലത്തെ എതിരേൽക്കാൻ നമ്മൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഹോളി. നിറങ്ങളുടെ ഉത്സവമെന്നും വസന്തോത്സവമെന്നും ഹോളിയെ വിശേഷിപ്പിക്കാം. ഉത്തരേന്ത്യയിലാണ് പ്രധാനമായി ഹോളി ആഘോഷിച്ചു വരുന്നത്. ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്നുണ്ട്. ഗുജറാത്തികളും മാർവാടികളും പഞ്ചാബികളുമാണ് ഹോളി ആഘോഷത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവരെങ്കിലും മുംബൈ, ദില്ലി പോലുള്ള നഗരങ്ങളിൽ ഹോളി ആഘോഷിക്കാത്തവർ തന്നെ ചുരുക്കമാണെന്ന് പറയാമല്ലോ. ജാതി മതഭേദമന്യേ ജനങ്ങൾ ഹോളി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകലുമെന്നാണല്ലോ വിശ്വാസം. ഫെബ്രുവരിയുടെ അവസാനമോ മാർച്ചിൻ്റെ ആദ്യമോ ആണ് ഹോളി വരുന്നത്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ പൗർണമിയാണ് ഹോളി. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ ഹോളി ആഘോഷം തുടങ്ങുന്നു. പിറ്റേന്നാണ് യഥാർത്ഥ ഹോളി ദിവസം. ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളാണ് ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹോളി പണ്ട് കർഷകരുടെ ആഘോഷമായിരുന്നു. സമൃദ്ധമായ വിളവ് ലഭിക്കാനും മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുവാനും തുടങ്ങിയ ആഘോഷമായിരുന്നു ഇത്. എന്നാൽ പിന്നീട് അത് പൂർണ്ണമായും ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറി. ഹോളിയുടെ ഐതിഹ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദു പുരാണത്തിലുള്ള പ്രഹ്ലാദൻ്റെ കഥയാണ് പ്രധാനമായും ഹോളിയുടെ അടിസ്ഥാനം. വേറെയുമുണ്ട് കഥകൾ. കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം, കാമദേവൻ്റെ ജീവത്യാഗത്തിൻ്റെ കഥ എന്നിങ്ങനെ ഹോളിയുടെ വിവിധ ആഘോഷങ്ങളുമായി ഓരോ കഥയ്ക്കും ബന്ധമുണ്ട് താനും. എങ്കിലും കൂടുതൽ പേരും ഹോളിയുടെ കഥ പ്രഹ്ലാദനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. പ്രഹ്ലാദൻ്റെ പിതാവ് ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയാണ്. ഹോളികയിൽ നിന്നാണ് ഹോളി എന്ന പേര് തന്നെ കിട്ടിയതെന്നാണ് പറയുന്നത്. ഹോളികയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ പ്രഹ്ലാദൻ്റെ പിതാവ് ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയായിരുന്നു ഹോളിക. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്തിൻ്റെ ബലത്താൽ 3 ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യകശിപു അഹങ്കാരം കൊണ്ട് നിറഞ്ഞു. ഭഗവാൻ മഹാവിഷ്ണുവിനെ വരെ തനിക്ക് കീഴടക്കാനാകുമെന്ന് വിശ്വസിച്ചു. ആരും വിഷ്ണുവിനെ ആരാധിക്കരുതെന്നും സകലരും തന്നെ ആരാധിക്കണമെന്നും ഹിരണ്യകശിപു ഉത്തരവിട്ടു. എന്നാൽ തൻ്റെ 5 വയസ്സുകാരനായ മകൻ പ്രഹ്ലാദനെ മാത്രം അയാൾക്ക് ഭയപ്പെടുത്താനായില്ല. തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്നു പ്രഹ്ലാദൻ. വിഷ്ണുവിൻ്റെ ഉത്തമ ഭക്തൻ. അച്ഛൻ്റെ ആജ്ഞയെ ധിക്കരിച്ച് പ്രഹ്ലാദൻ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപു ഉത്തരവിട്ടു. എന്നാൽ വിഷ്ണുവിൻ്റെ ശക്തിയാൽ ആർക്കും അവനെ ഒന്നും ചെയ്യാനായില്ല. ഒടുവിൽ ഹിരണ്യകശിപു തൻ്റെ സഹോദരി ഹോളികയുടെ സഹായം അഭ്യർത്ഥിച്ചു. അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയാകില്ലെന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു. അവർ പ്രഹ്ലാദനെയും കൈകളിലെടുത്ത് അഗ്നിയിലേക്ക് ഇറങ്ങി. എന്നാൽ ധർമ്മത്തിനോ രക്ഷയ്ക്കോ സഹജീവികളുടെ രക്ഷയ്ക്കോ വേണ്ടി അഗ്നിയിൽ പ്രവേശിക്കുമ്പോഴേ വരത്തിന് ശക്തിയുണ്ടാവൂ എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല. വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഹോളിക തീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിനെ പിന്നീട് വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹം കൊലപ്പെടുത്തി. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയത് ആഘോഷിക്കാൻ ഹോളിയുമായി ബന്ധപ്പെട്ടു. ഹോളികയെ കത്തിക്കുന്ന ചടങ്ങുണ്ട്. ഹോളിയുടെ തലേന്ന് രാത്രിയാണ് ഈ ചടങ്ങ്. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് നരസിംഹ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമാണ്. ഹോളി ആഘോഷകാലത്ത് പൊതുവെ ഉണ്ടാക്കാറുള്ള ഒരു പരമ്പരാഗത പലഹാരമാണ് ഗുജിയ. പാനീയമാണ് താൻഡൈ. എല്ലാ വീടുകളിലും വീട്ടമ്മമാർ ഗുജിയയും താൻഡയും അതുപോലുള്ള മറ്റ് വിഭവങ്ങളും ഒരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി കാണാം ഗൈസ്. Thank you.